So we already learned the roof terminology. So റൂഫിൽ നമുക്ക് പർലിൻസ് ഒക്കെ വേണമെങ്കിൽ ഡയറി കാണിച്ച പോലെ നമുക്ക് എന്താ പറയുക ഒരു സിംഗിൾ ഷീറ്റിൽ 2D വ്യൂ വരച്ചിട്ടും കാണിക്കാം. ബട്ട് ഫോർ എ ക്ലിയർ പിക്ചർ, once again we are refreshing like what we studied for different components of a roof truss. So we have the rigid frame, like two columns ഉണ്ടാവും to support the total load of the truss. Truss മൊത്തം ലോഡ് എടുക്കുന്നത് ഈ രണ്ട് കോളംസ് ആണ്. ഇത് വേണമെങ്കിൽ വുഡ് ആവാം, സ്റ്റീൽ കോളം ആവാം, അതേപോലെ റീൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് കോളംസ് ആവാം, അല്ലെങ്കിൽ ഒരു മേസൺറി വാൾ എൻ്റയർ ലെങ്ത്തിൽ പ്രൊവൈഡ് ചെയ്യും. Then we have the truss. ശരിക്കും ഈ ഒരു ട്രയാങ്കുലർ പോർഷനാണ് ട്രസ് വരുന്നത്. നമ്മൾ പഠിച്ചു ട്രസ്സിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ലോങ് സ്പാൻ ആണെങ്കിൽ the truss will be more economical compared to the beam. So okay, coming to the important components. So നമുക്ക് സ്പാൻ എന്ന് പറയുന്നത് പഠിച്ചതാണ്. സെന്റർ ടു സെന്റർ ബിറ്റ്വീൻ സപ്പോർട്ട്സ് ആണ് സ്പാൻ. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളു വരെയുള്ള ലൈക്ക് ഇന്നർ ഡയമെൻഷനിൽ നിന്ന് ഇന്നർ ഡയമെൻഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ക്ലിയർ സ്പാൻ. ബേ എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു സിംഗിൾ ബേ ആണ്. ഇതിന്റെ തന്നെ റിപ്ലിക്ക ബാക്കിൽ ഉണ്ടെങ്കിൽ ഇതൊരു നെക്സ്റ്റ് ബേ ആവും. സോ ബേ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സിമിലർ ലൈക്ക് സ്റ്റീൽ ട്രസ് അറേഞ്ച്മെന്റ്, സ്പാൻ ബേ. ദെൻ ബോട്ടം ട്രസ്സിന്റെ ഏറ്റവും ബോട്ടം മോസ്റ്റ് മെമ്പർ ആണ് ബോട്ടം കോഡ്. ഓക്കെ, അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു മെമ്പർ ആണ് നീ ബ്രേസ്. ബിക്കോസ് നമുക്ക് ഈ ലോഡ് ഒറ്റയ്ക്ക് ഇത് സ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ മോർ ഡിഫ്ലക്ഷൻ ഫോർ ദ ട്രസ്. അപ്പൊ അത് മിനിമൈസ് ചെയ്യാനും ഇത്തിരി സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് നീ ബ്രേസ് റിക്വയർമെന്റ് പോലെ പ്രൊവൈഡ് ചെയ്യാം. ഗസറ്റ് പ്ലേറ്റ് പറഞ്ഞു, എല്ലാ ജോയിന്റ് പോയിന്റിലും ഗസറ്റ് പ്ലേറ്റ്സ് മസ്റ്റ് ആണ്. ഗസറ്റ് പ്ലേറ്റ്സിന്റെ അറേഞ്ച്മെന്റും അതിന്റെ ഷേപ്പ് ഒക്കെ പ്രൊവൈഡഡ് എന്താണ് എല്ലാ ഇപ്പൊ ഈ ഒരു ഗസറ്റ് പ്ലേറ്റിലേക്ക് ആക്ട് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിന്റെയും ലൈൻ ഓഫ് ഫോഴ്സ്, ലൈക്ക് ഈ ഒരു സ്ട്രേറ്റ് ലൈനും ഈ ഒരു സ്ട്രേറ്റ് ലൈനും ഈ ഒരു സ്ട്രേറ്റ് ലൈനും ലൈക്ക് സെൻട്രോയിഡ് പാസ് ചെയ്യുന്ന സെൻട്രൽ ലൈൻ ഒക്കെ തന്നെ ഒരു പോയിന്റില് ഗസറ്റ് പ്ലേറ്റിൽ ഒരു പോയിന്റിൽ അത് മീറ്റ് ചെയ്യണം. അങ്ങനെയാണ് ആ ഒരു ഫോഴ്സ് ട്രാൻസ്ഫർ പ്രോപ്പർ ആവുള്ളൂ. Then we can decide the number of bolt or any other arrangements required for connecting these elements or the members with the gusset plate. So that's about the main truss. പിന്നെ അത് കഴിഞ്ഞിട്ട് പെർലിൻസ് പറഞ്ഞു. പെർലിൻസ് എന്ന് പറയുന്നത് രണ്ട് ട്രസ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ ഒരു മെമ്പർ ആണ്. ഒരിക്കലും ഇത് തമ്മിൽ എന്താ പറയാ സ്ട്രെങ്ത് വൈസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ബട്ട് ബിയോണ്ട് ദാറ്റ് വി ആർ പ്രൊവൈഡിങ് ദ പെർലിൻ ഓവർ ദ ട്രസ് ടു കീപ് ദ റൂഫ് കവർ. റൂഫ് കവർ ഇതിന്റെ മുകളിൽ വെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ബേസിക്കലി പെർലിൻസ്. ഇനി ഈ പെർലിൻസ് നമുക്ക് ഇങ്ങനെ അറിയാം, ലൈക്ക് ഒരു സ്പേസിംഗ് ഉണ്ട്. നമുക്ക് എല്ലാ പോയിന്റിലും വെക്കേണ്ട ആവശ്യമില്ല, ഒരു ഡിഫറെന്റ് സ്പേസിംഗിൽ വെച്ചാൽ മതി. സോ അങ്ങനെ വെക്കുന്ന പെർലിൻസ് ആ ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യണമെങ്കിൽ വി ക്യാൻ പുട്ട് സം ക്രോസ് ബ്രേസിംഗ്. ഇങ്ങനെ മുകളിൽ നമുക്ക് ക്രോസ് ആയിട്ട് ബ്രേസിംഗ്സ് വെക്കാം. പെന്നായിട്ട് സോ ഇങ്ങനെ നമുക്ക് ക്രോസ് ആയിട്ട് ബ്രേസിംഗ്സ് അറേഞ്ച് ചെയ്യാം. സോറി, not wrong, it's like this cross, and also we can put some sag rod. ഇങ്ങനെയുള്ള sag rods നമുക്ക് പ്ലേസ് ചെയ്യാം so that the purlins will be always in position. So coming to the timber trusses. So timberന് സ്റ്റീലിന്റെ അത്രയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രസ് അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ട്രസ് കോൺഫിഗറേഷൻ പോസിബിൾ അല്ല. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് ട്രസ്സസ് ആണ് ഇവിടെ നോക്കുന്നത്. സോ ബേസിക്കലി വി ആർ ഡിവൈഡിങ് ദ ട്രസ്സസ് ഇൻടു 5 ടൈപ്സ്. ഫിഗർ ഈസ് വെരി ക്ലിയർ. നമുക്ക് രണ്ട് കോളംസ് ടിംബർ അല്ലെങ്കിൽ വുഡൻ കോളംസ് ഉണ്ട്, ടിംബർ ഉണ്ട്. Then we have the bottom chord and we have the 2 rafters. So here is the rafter. We have 2 rafters. We have the bottom chord and it is reinforced or it is strengthened by providing the knee bracing. So as a definition, the common truss is, as its name implies, the truss most often seen in the modern timber frames and is both strong and affordable. It is a clean design
easily identified by the manner in which the lower horizontal beam, the E beam, joins the two rafters. So a perfect triangular geometry ആണ്. We are just reinforcing the geometry. ഈ geometry keep ചെയ്തിട്ട് ലോഡ് എടുക്കാനായിട്ട് ചെയ്യുന്ന വളരെ മിനിമൽ അറേഞ്ച്മെന്റ് ആണ് just a common truss. Then we have the main one, queen post truss. So queen post എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും ആലോചിക്കുക, this is a two post. This is a post one and a post two. ഇപ്പൊ കോമൺ ട്രസ്സിനോടൊപ്പം രണ്ട് ഇൻഡിവിജ്വൽ പോസ്റ്റ് ഉള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ക്യൂൻ പോസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഈ കിങ് പോസ്റ്റും അതേപോലെ ക്യൂൻ പോസ്റ്റ് ഇപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ make it clear. The queen post truss expands on the common truss. Common trussന്റെ തന്നെയാണ് ജോമെട്രി വരുന്നത് with the addition to two posts. ഈ രണ്ട് പോസ്റ്റ് ആണ് ഇതിന്റെ കോൺഫിഗറേഷൻ മൊത്തം ചേഞ്ച് ചെയ്യുന്നത്. Dividing the gable, these posts are known as queen post and work well for drawing attention to the windows in a great room and adding strength to the truss. So the aesthetic requirement ഉണ്ട്. അതേപോലെ the post is providing strength to the rafter because your single member ഇത്ര സ്പാൻ ചെയ്യുന്നതിനേക്കാളും ഇത്രയും കൂടി സ്ട്രോങ് ആയിരിക്കും when you are supporting with the post. King post. So നോക്കുക, ഇതില് രണ്ട് വെർട്ടിക്കൽ പോസ്റ്റ് ആണ്. വെർട്ടിക്കൽ മെമ്പേഴ്സ് ആണെങ്കിൽ കിങ്ങിന്റെ കേസിൽ ഒരു ഇൻക്ലൈൻഡ് മെമ്പർ ആണ്. ഇതാണ് അതിന്റെ ഡിഫറൻസ് ആകെ ഉള്ളത്. The king post truss contains a single post in the center. So ഒരു സിംഗിൾ പോസ്റ്റ് ഉണ്ട്. Then the post divides the gable into two and often includes two studs on either side. അപ്പോൾ ഒരു മെയിൻ പോസ്റ്റും then two inclined posts on a king post truss. King post truss is often used in conjunction with other type of trusses. Its bold appearance can serve as the focal point at the home's design. So purely aesthetics ആണ് നമുക്ക് റിക്വയർമെന്റ് പോലെ ചൂസ് ചെയ്യാം. This is called as a hammer beam truss. അതൊരു ഇതിന്റെ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്യുവർ ട്രയാങ്കുലർ ജോമെട്രി എടുക്കുന്നില്ല. We are having some difference in the configuration. So എന്താണ്? The hammer beam truss is both dramatic and complex. നമുക്ക് അറിയാത്ത കോംപ്ലക്സ് അറേഞ്ച്മെന്റ്സ് ആണ് with its open air center. So നമുക്ക് ഇത്രയും ഹെഡ് റൂം കിട്ടും, ഇത്രയും ഒരു ഓപ്പൺ സ്പേസ് കിട്ടുന്നുള്ളതാണ് ഈ ടൈപ്പ് ഓഫ് ട്രസ്സിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. The big advantage of the hammer beam is that it doesn't have a chord. ഒരു ബോട്ടം ആയിട്ടൊരു ലോങ് മെമ്പർ ഇല്ല. Is found in the other truss styles. It can span a wide distance with shorter pieces of wood. So namukku like it's very difficult to get a longer piece. In a longer ആയിട്ടുള്ള ഒരു സിംഗിൾ piece is always difficult ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഇതേപോലത്തെ ഷോർട്ട് വുഡ് മെമ്പേഴ്സ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ഹാമർ ബീം ട്രസ് ചെയ്യാവുന്നതാണ്. This can be huge asset if you are building with a species in which long straight timbers are in plentiful supply. Okay, long members ഇല്ലെങ്കിൽ അതേപോലുള്ള പറഞ്ഞ പോലെ ചെറുത് വെച്ചിട്ട് നമുക്ക് ട്രസ് പ്രിപ്പയർ ചെയ്യാം. Then we have the scissor truss. So ഒരു ടോട്ടൽ ചേഞ്ച് ആണ് കോമൺ ട്രസ്സിൽ നിന്ന് because we don't have a bottom member. ഇപ്പൊ രണ്ട് സിസേഴ്സ് പോലെ അറേഞ്ച്മെന്റ്സ് ആണ് and this scissors is providing the or maintaining the geometry of the truss. Definition: the scissor truss represents a departure from the other four, offering a unique design wherein two beams run from the lower part to one rafter. So ഈ lower part in താഴെ നിന്ന് ഒരു റാഫ്റ്ററിലേക്ക്, ഇത് റാഫ്റ്റർ 1 റാഫ്റ്റർ 2 ആണ്. അപ്പൊ അതിന്റെ മിഡിലേക്ക് ഒരു പോയിന്റിലേക്ക്, ഗുഡ് പോയിന്റിലേക്ക് അത് റൺ ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ട്രസ് ആണിത്. The beams are notched and fitted together to create a smooth finish and strength. Okay, ഇതിന്റെ ജോയിന്റ്സ് കണക്ഷൻസ് ഒക്കെ ഇത്തിരി ഡിഫറെന്റ് ആയിരിക്കും ബിക്കോസ് ഇവിടെ ഒരിക്കലും നമുക്ക് ഈ രണ്ട് ബീംസ് തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ഒരു കട്ട് ഉണ്ടാവും. ഒരു മെയിൻ ടിമ്പറിൽ ഒരു കട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് ആ കട്ടി കൂടി ആയിരിക്കും ബേസിക്കലി ഇത് സെക്കൻഡ് ടിമ്പർ പോവാം. അതേപോലെ ജോയിനിങ്സ് ഇവിടെ ഈ റാഫ്റ്ററിൽ ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ടാവും, ആ ഗ്രൂവിലേക്ക് ഇത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ വീട്ടിലെ ഡോർ, പാനൽ ഡോർ ഒക്കെ നമുക്ക് അറിയാം, ഓരോ ഇൻഡിവിജ്വൽ പീസസ് ആണ്.
സോ അതെങ്ങനെയാണ് അത് കണക്ട് ചെയ്തൊരു ബിഗ് ഡോർ ആക്കുന്നത്, അല്ലെങ്കിൽ ചെയറിന്റെ കേസും സെയിം തന്നെയാണ്. അത് എങ്ങനെയാണ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്, അതിന് ചെറിയ ഗ്രൂവ് ഉണ്ടാവും, ചില ഫിറ്റ് ഉണ്ടാവും. സോ ഇതൊക്കെയാണ് ടിമ്പർ കണക്ഷൻസിൽ വരുന്നത്. ആൻഡ് അബൌട്ട് ദ സിസർ ട്രസ്, ഇനി കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളത് ടിമ്പറിന്റെ കണക്ഷൻസ് ആണ്. നമുക്ക് അറേഞ്ച്മെന്റ്സ് ഒക്കെ നമുക്ക് അറിയാം. അറേഞ്ച്മെന്റ്സ് ഇസ് അപ് ടു ദ ഡിസൈനേഴ്സ് ചോയ്സ് ആൻഡ് ഓൺ സ്ട്രെങ്ത് ഓൾസോ. സ്ട്രെങ്ത് വേണം, ലോഡ് എടുക്കണം. അതേപോലെ തന്നെ അതിന്റെ ഒരു കോൺഫിഗറേഷൻ ഷുഡ് ബി എസ്തെറ്റിക്കലി പ്ലീസിങ്. ഇതെല്ലാമാണ് ട്രസ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കോമൺ കുറച്ച് കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നു. ഇനി ഇപ്പോൾ നമ്മുടെ സ്റ്റീലിന്റെ കേസിലാണ് നമുക്ക് വെൽഡ് ചെയ്യാം, ബോൾട്ട് ചെയ്യാം, റിവറ്റ് ചെയ്യാം, so and so process are there for the connections, or gasket plate വെച്ചിട്ട് നമുക്ക് connections establish ചെയ്യാം. ഈ specifically in timber, what are the various options? Let's see some connections. So ഇതിൽ 3 figures ഉണ്ട് മെയിൻ ആയിട്ട്. So top left is the post and beam system. ഇതൊരു കോമൺ ആയിട്ട് എല്ലാ ബിൽഡിങ്സിലും ചെയ്യുന്ന ഒരു രീതിയാണ്. ഒരു വുഡൻ കോളം ഉണ്ടാവും. Then we have the beams, soil beams, like the truss in the part on. That's actually bottom core truss. The rafter is joining with the beam, and then the load is transferred to the wooden column. And these are some other works done in other places, like the top right. This one is the Sibelius Hall in Finland. So it's just to show the different arrangement. It's a complex arrangement. ഇതിൽ പല പോയിന്റിലും ടിമ്പേഴ്സ് തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ ഇവിടെ ഒരു ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യണം, എന്നാലാണ് നമുക്ക് ഈ ഒരു മെമ്പർ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ കുറച്ച് പ്ലാനിങ് വേണം ബിഫോർ ഫിക്സിങ് ദ മെമ്പർ. എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ്, ഇവിടെയാണെങ്കിലും ഇവിടെ ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യണം. സോ ദെൻ പ്രൊസീഡ് ടു ദ വെരി കോംപ്ലക്സ് കേസ്. അപ്പൊ ഈ കോംപ്ലക്സ് കേസ് വരുമ്പോൾ നമുക്ക് ഇത്തിരി കൂടിയൊക്കെ സ്റ്റീൽ ഇവിടെ നിന്ന് കാണാം, സ്റ്റീൽ കേബിൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ സാധാ ടിമ്പറിന്റെ മാത്രം ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ടിമ്പർ വെച്ച് മാത്രം നമുക്ക് ഒരു ബിൽഡിംഗ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വി ഹാവ് ടു എംപ്ലോയ് ഫോർ റീഇൻഫോഴ്സിങ്. ഈ ഒരു കേസിൽ ഒരു സ്റ്റീൽ കേബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ TOS തന്നെ ഇത് പഠിക്കാനുണ്ട്. TOS ലാസ്റ്റ് മൊഡ്യൂൾ നമ്പർ 5ഉം 6ഉം ടിമ്പർ ഡിസൈൻ ആണ്. ടിമ്പർ ഡിസൈനിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഇതിന്റെ ഈ കണക്ഷൻ ടൈപ്സിനെ പറ്റിയും ടിമ്പർ കോളം, ടിമ്പർ ബീം ആൻഡ് അതർ മെമ്പേഴ്സ് ഉണ്ട്, ടിമ്പറിന്റെ എല്ലാ ഡിസൈൻ പഠിക്കും. അതേപോലെ തന്നെ ലാസ്റ്റ് മൊഡ്യൂളിൽ ഫ്ലിച്ച്ഡ് ബീംസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ടിമ്പറും സ്റ്റീലും ജോയിൻ ചെയ്തിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കമ്പൈൻ മെറ്റീരിയൽ, കോമ്പോസിറ്റ് മെറ്റീരിയൽ ഡിസൈൻ ആയിരിക്കും TOS ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുക. സോ സം ജനറൽ ഇൻഫർമേഷൻ. അപ്പൊ എങ്ങനെയാണ് ഒരു കണക്ഷൻസ് വഴിയായിട്ട് സ്പാൻസ് ഇംപ്രൂവ് ചെയ്യുക? അപ്പൊ ട്രസ്സസിനാണ് അതിനൊരു നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു ട്രസ്സസ് ആണ് ബിക്കോസ് ഓൺ കമ്പാരിസൺ വിത്ത് ദ ബീംസ്, ട്രസ്സസ് ആർ ഹാവിംഗ് മോർ can span to a more larger dimension. വളരെ സ്പേസ് കൂടുതലാണ് between the columns. We can go for the trusses. So the assemblies of different truss systems where connections have been used to combine timber elements of different lengths to achieve the longer spans. അപ്പോൾ നമുക്കൊരു ഇൻഡിവിജ്വൽ ചെറിയ അല്ലെങ്കിൽ ഷോർട്ട് മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ട് we can make a big structure or a big truss like structure. ഇതൊരു പ്യുവർ ട്രസ് ആണ്. ഇത് നമ്മൾ പഠിച്ച ട്രസ്സിലൊന്നും വരാത്തതാണ്. ഇറ്റ്സ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രസ് ബിക്കോസ് അതിലൊരു പോസ്റ്റ് ഇല്ല. പോസ്റ്റ് വാസ് എ കിങ് പോസ്റ്റ്. ഇത് ശരിക്കും ഒരു പ്യുവർ നോർമൽ ട്രസ് തന്നെയാണ്. കാര്യം ഇങ്ങനെ ഇൻക്ലൈൻഡ് മെമ്പേഴ്സ് ഉള്ള ട്രസ് അനലൈസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. കാര്യം നമുക്കറിയാം ഇവിടെ സിസർ ട്രസ് ആണ്. മെയിൻ റാഫ്റ്റേഴ്സ് മുകളിലുണ്ട്, റാഫ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് സിസേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇത്തിരി കൂടി കണക്ഷൻസ് ഇത്തിരി കൂടി ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പൊ ഇവിടെ പ്ലേറ്റ് അറേഞ്ച്മെന്റ് ആണ്. അതൊരു പ്ലേറ്റ്, ഗസറ്റ് പ്ലേറ്റ് പോലത്തെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റ് റാഫ്റ്ററിലും ഉണ്ട്, അതേപോലെ സിസർ ആയിട്ടുള്ള ബീമിലും അറേഞ്ച് ചെയ്തിട്ട് നെയിലിങ്ങോ അല്ലെങ്കിൽ ബോൾട്ടിങ്ങോ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ റാഫ്റ്റേഴ്സ് തമ്മിൽ, റാഫ്റ്ററും സിസർ ബീമും തമ്മിൽ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവർ 3 സിംഗിൾ ടിമ്പേഴ്സ് വെച്ചിട്ടുണ്ട് ടു കീപ് ഇറ്റ് ടൈറ്റ്. ഡിസൈനേഴ്സ് ചോയ്സ് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
Okay, and this is actually called as it's ശരിക്കും വളരെ ലോങ് സ്പാൻ. അതായത് നമുക്ക് സാധാ ട്രസ് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വളരെ ലോങ് സ്പാൻ ചെയ്യുന്ന ഒരു രീതിയാണിത്. വി ആർ ഹാവിങ് എ റെക്ടാംഗുലർ അറേഞ്ച്മെന്റ് പ്യുവർ ആയിട്ട്. അപ്പോൾ ഇത് എസ്പെഷ്യലി ഇത് യൂസ് ചെയ്യുക ലൈക്ക് ഫോർ എ ബ്രിഡ്ജിനൊക്കെ രണ്ട് സൈഡിൽ സ്പാൻ ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മുകളിൽ ടോപ്പ് കോഡ് ഉണ്ട്, അതേപോലെ ബോട്ടം കോഡ് ഉണ്ട്. ദെൻ വി ഹാവ് ദ അറേഞ്ച്മെന്റ്സ് ഓഫ് ദ members in between. The next one shows a closer view of the truss. So, I think this one, yeah, third picture a closer view on fourth picture. And how to increase the spans through connection. So we know നമുക്കിപ്പോ എന്താണ് ഇപ്പോ ഓക്കെ RCC കോളംസിന്റെ കേസിൽ നമ്മൾ പ്യുവർലി കോളംസ് എല്ലാം സൈറ്റിൽ വന്നിട്ട് ചെയ്യുന്ന കാര്യമാണ്. ലൈക്ക് ഇറ്റ് കാസ്റ്റ് ഇൻ സൈറ്റ്. ബട്ട് സ്റ്റീൽ മെമ്പേഴ്സ് എപ്പോഴും നമ്മൾ ഫാക്ടറിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് സൈറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ്. സോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റീൽ മെമ്പേഴ്സിന്റെ ലെങ്ത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രൊവൈഡഡ് വണ്ടിയുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും, അല്ലെങ്കിൽ ആ സൈറ്റിലേക്കുള്ള അസബിലിറ്റി പോലെ ഇരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റീലിന്റെ കേസ്. അപ്പോൾ നമ്മൾ സ്റ്റീലിന്റെ കേസിൽ രണ്ട് ഇൻഡിവിജ്വൽ സ്റ്റീൽസ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോ സ്റ്റീൽ സപ്പോസ് ഇറ്റ്സ് എ സ്റ്റീൽ ബാർ 1 ആൻഡ് വി ഹാവ് ദ സ്റ്റീൽ ബാർ 2. ഇങ്ങനെ രണ്ട് സ്റ്റീൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊവൈഡഡ് സെയിം ഡയമീറ്റർ, രണ്ട് ഡയമീറ്റർ സെയിം തന്നെയാണ് അസ്യൂം ചെയ്യാം. നമുക്ക് കപ്ലേഴ്സ് ഉണ്ട്. കപ്ലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് അറേഞ്ച്മെന്റ് ബൈ ജോയിനിങ് ദ ടു റീബാർ. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലേറ്റസ്റ്റ് ട്രെൻഡ്. പണ്ട് നമ്മൾ ചെയ്തിരുന്നത് രണ്ട് റീബാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് റീബാർ സൈഡ് ബൈ സൈഡ് വെച്ചിട്ട് വി വിൽ അറേഞ്ച് ഇറ്റ് ലൈക്ക് ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് there will be proper transfer of load from steel rebar 1 to 2. ഓക്കെ, സ്പ്ലൈസിംഗ് എന്ന് പറയും. സോ ഈ ഒരു ഇതേപോലത്തെ റിക്വയർമെന്റ്സ് നമുക്ക് കയ്യിലുള്ളത് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ടിമ്പറിന്റെ സൈസ് കുറവാണ്. സോ വി നീഡ് എ ലോങ്ങർ സ്പാൻ ഓർ ലോങ്ങർ മെമ്പർ, then we'll go for the splicing. So അതിന്റെ വേരിയസ് മെത്തേഡ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. സോ ഇതൊരു ടിമ്പർ 1, ടിമ്പർ 2. സോ വി ആർ പ്ലേസിംഗ് എ സ്റ്റീൽ പ്ലേറ്റ് ഇൻ ബിറ്റ്വീൻ ആൻഡ് ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്യും, ജോയിൻ ടെക്നിക്സ്. Okay, so separation is made between the timber 1 and timber 2 and then it is joined with a bolt connection. Bolt connection നമ്മൾ എപ്പോഴും എംപ്ലോയ് ചെയ്യുന്നത് പ്രൊവൈഡഡ് ദ ലെങ്ത് is sufficient. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ബോൾട്ട് തന്നെയാണ്, ബിക്കോസ് ഇറ്റ് ഇസ് കംപ്രസിംഗ് ഫ്രം ദ പോസ്റ്റ് സൈഡ്. നമുക്ക് ലെങ്ത് ഓഫ് ബോൾട്ട് is proper, it is okay with the dimension of the timber, we can go for a bolt connection. അങ്ങനത്തെ കേസ് അല്ലെന്നുണ്ടെങ്കിൽ we can go for a nail connection which is less effective. നെയിൽസ് വെച്ചിട്ടും നമുക്ക് രണ്ട് മെമ്പേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യും. And this is also another figure showing the connections like the bolted flitch beam fabrication. ഇതെല്ലാം കോമ്പോസിറ്റ് ബീംസ് ആണ്. ഇതിലും ടിമ്പർ സ്ട്രെങ്തൻ ചെയ്യാനും കണക്ട് ചെയ്യാനും സ്റ്റീൽ പ്ലേറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഈ the various connection types which employed in the timber. So mainly മൂന്ന് രീതിയിലാണ്, മൂന്ന് ടൈപ്സിലാണ് മെമ്പേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ഒന്ന് വെരി ക്ലിയർ സ്കാർഫ് ജോയിന്റ്, അതൊരു ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വി ആർ ജോയിനിങ് ദ ടിമ്പർ മെമ്പർ 1 ആൻഡ് മെമ്പർ 2. സോ ഈ ഒരു എന്താ പറയാ ഇൻക്ലൈൻ സർഫസിലാണ് നമുക്ക് കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഐദർ ഗ്ലൂ ചെയ്യാം, മോസ്റ്റ്ലി ഗ്ലൂയിങ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് മെമ്പർ 1 നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് അതേപോലെ തന്നെ മെമ്പർ 2 പെർഫെക്റ്റ്ലി ഫിറ്റ് ആവുന്നത് കട്ട് ചെയ്തിട്ട് വി ക്യാൻ എംപ്ലോയ് സം glue here in between on the joining surface. A scarf joint. Next one is the horizontal finger joint. Horizontal finger joint. Yeah. So the cut is made like this, and we are joining the member 1 to member 2.
and we have other one is called as the finger vertical joint. അതേപോലെ തന്നെ we have still other more like ഇപ്പോ ഒരു മെമ്പർ വൺ ഇപ്പൊ നമ്മൾ മുന്നേ കണ്ട ട്രസ്. അപ്പോൾ ഒരു മെമ്പർ ഇങ്ങനെയുണ്ട്, ഒരു മെമ്പർ ഇങ്ങനെ, നമുക്ക് ഒരു മെമ്പർ ഹാസ് ടു പെർഫെക്റ്റ് ഇവിടെ ഈ കേസിൽ വന്നിട്ടുണ്ട്. ഇങ്ങനൊരു ട്രസ് ആണെങ്കിൽ നമുക്കിപ്പോ സപ്പോസ് ഇങ്ങനൊരു ജോയിന്റ് വേണമെങ്കിൽ we will be having a timber and we will make a groove like this. ഇങ്ങനെ കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ട് then we will place the timber like this. So ഇങ്ങനെ നമ്മൾ timber provide ചെയ്യും. So it's a groove type of connection. And we discussed regarding the nails. Nails പറഞ്ഞു, if the length of bolt is not sufficient, we can go for the nail arrangement which is less effective. So nails, പിന്നെ വുഡൻ സ്ക്രൂസ് ഉണ്ട്. സ്ക്രൂസ് ആകുമ്പോൾ ഇതിനോട് കൂടുതൽ അറിയാലോ, ലൈക്ക് നമുക്ക് ഇങ്ങനെ ഡ്രിൽ ചെയ്ത് അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്ത് കയറ്റുന്നതാണ്. സോ ഇറ്റ് വിൽ ബി ഹാവിങ് മോർ ജോയിന്റ് കപ്പാസിറ്റി. അത് പ്രോപ്പർ ആയിട്ട് അത് ഒരു ജോയിന്റ് പ്രൊവൈഡ് ചെയ്യും കമ്പയർഡ് ടു ദ നെയിൽ. ആൻഡ് ദ ബോൾട്ട് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ആൻഡ് വി ഹാവ് സം ഡബിൾ ടൈപ്പ് ഓഫ് കണക്ഷൻസ് വിച്ച് വിൽ ബി സ്റ്റഡി. പിന്നെ വേറെ കുറച്ച് ഓപ്ഷൻസ് ഉള്ളത് ഇതേപോലത്തെ ഉള്ള സ്റ്റീൽ ക്ലീറ്റുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് ആണ്, ഈ സ്റ്റീൽ ക്ലീറ്റ്സ് ആണ് നമുക്ക് എസ്പെഷ്യലി ട്രസ്സിന്റെ ജോയിന്റ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ക്ലീറ്റ്സ് ആർ യൂസ്ഡ് ആൻഡ് ദിസ് വിൽ ബി യൂസ്ഡ് ഇൻ അഡീഷൻ, ലൈക്ക് അല്ലെങ്കിൽ ഇതിനൊപ്പം നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യും, പശ യൂസ് ചെയ്യും, അല്ലെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ദ ബോൾട്ട് ഓർ any other joining connection elements. So the nails are the commonly used fasteners in timber construction and are available in a variety of length, cross-sectional areas and surface treatments. The most common type of nail is the smooth steel wire nail, which has got a circular cross-section and is cut from the wire coil, having a minimum tensile strength of 600 Newton per mm square. So നമുക്ക് ഇങ്ങനെ ഒരു ജോയിൻ ചെയ്ത്, ബിക്കോസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ there are chances for the tilting of the nails, and the screws of different dimensions are given. On comparison with the nails, the screws are more effective. So these screws in the case, this is applicable for the steel plus timber as well as for timber to timber connections. The wood screws are especially suitable for timber to steel and panel to timber joints, but they can also be used for timber to timber joints. Such screwed joints are normally designed or as single shear joints. Single shear, രണ്ട് member മാത്രം ചെയ്തിട്ടുള്ള single shear joints. The main advantage of a screw over a nail is its additional withdrawal capacity. So ഈ ഒരു നമ്മൾ ഈ ഒരു corrugation അല്ലെങ്കിൽ ഈ ഒരു പിച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ്. സോ ഈ ഒരു അറേഞ്ച്മെന്റ് കൊണ്ട് നമുക്ക് ഇതിന് കൂടുതൽ കപ്പാസിറ്റി കിട്ടും. It's the advantage of the screws over the nails. ഇനി ഡബിൾ ബാർസ് ഉണ്ട്. ഡബിൾ ബാർസ് വെരി ഇവിടെ പിക്ചർ തന്നെ ക്ലിയർ ആണ്. അതായത് ഇപ്പോൾ ടു ടേക്ക് ദ ലോഡ്, അതായത് നമുക്കിപ്പോ ഇതൊരു ടിമ്പർ 1 ആണ്, ടിമ്പർ 2, ടിമ്പർ 3. സോ ഈ 3 ടിമ്പറും ഒരേപോലെ ലോഡ് എടുക്കാനായിട്ട്, അതൊരു കോമൺ ഒരേപോലെ ലോഡ് എടുക്കണമെങ്കിൽ അതിന്റെ ബേസിക് റിക്വയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിമ്പർ 1ന്റെ ടിമ്പർ 2ന്റെ ടിമ്പർ 3ന്റെയും ഡിസ്പ്ലേസ്മെന്റ് ഒരേപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടി, അല്ലെങ്കിൽ ഈ 3 ടിമ്പേഴ്സിന്റെയും ലോഡും കൂടി ഒരു ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ പിന്നെ പുട്ടിങ് എ ഡബിൾ റോഡ് ലൈക്ക് ദിസ്, ഇങ്ങനൊരു നമ്മൾ ടിമ്പർ 1ൽ ഒരു ഗ്രൂ പ്രൊവൈഡ് ചെയ്തു, ടിമ്പർ 2ലും പ്രൊവൈഡ് ചെയ്തു, 3ലും പ്രൊവൈഡ് ചെയ്തു, ഒരു സിംഗിൾ ഡബിൾ ബാർ വെക്കുമ്പോൾ all the forces, ഈ ടിമ്പർ 1ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, 2ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, 3ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്യുന്നത് ഡബിൾ ബാറിലേക്കായിരിക്കും. സോ ദാറ്റ് എ കോമൺ
developer is taking loads from three or more arrange ചെയ്യുന്ന പോലെ. ഇങ്ങനെയുള്ള ഒരു joining between the 1, 2 and 3 is called as the double bar joining. Doubles are the circular rods of timber, then it can be steel or even carbon reinforced plastic, diameter of minimum 6 mm. So doubles are driven into identically or marginally undersized holes. These holes must be either be drilled through member. Okay, and then drill groove form. So the joints with dowels are used in timber construction to transmit huge forces. Dowels are an economic type of joint which is easy to produce. Provided is member strong ആയിരിക്കും. ചിലപ്പോൾ ഈ timber 1, 2, 3 എല്ലാം weak member ആണ്, weak type of timber ആണെങ്കിൽ this should be very strong as it's taking the entire load. Bolt, another repeat ചെയ്യുന്നില്ല. We already studied the various types of bolt, simple bolt മുതൽ നമ്മൾ high strength fishing bolt വരെ പഠിച്ചിട്ടുള്ളതാണ്. But ഈ ടിമ്പറിന്റെ കേസിൽ നമ്മൾ HSFG ബോൾട്ട്, ബിക്കോസ് ഫ്രിക്ഷൻ ഡിസ്റ്റൻസ് എന്നുള്ള കേസ് നമ്മൾ എടുക്കില്ല, സ്ലിപ്പ് ഒന്നും അത്ര ഇഷ്യൂ ഉള്ളതല്ല. സോ വിൽ ഗോ ഫോർ ദ നോർമൽ ടൈപ്പ് ഓഫ് ബോൾട്ട്. ദെൻ ഗ്ലൂഡ് ജോയിന്റ്സ് ഉണ്ട്, സ്പെസിഫിക് ആയിട്ട് ടിമ്പറിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഗ്ലൂസ് ഉണ്ട്. സോ ദ സ്ട്രക്ചറൽ glued joints are generally stiffer, requires less timber and have a better appearance than the mechanically fastened. Appearance is purely like person, നമുക്ക് പുറത്തേക്കൊന്നും കാണില്ല. സോ അങ്ങനെ പ്രിഫർ ചെയ്യുന്നവർക്ക് ഗ്ലൂ ഓപ്ഷൻസിലേക്ക് പോവാം. They are resistant to corrosive atmospheres. അത് ഗ്ലൂവിന്റെ പ്രോപ്പർട്ടിയാണ്, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. The joints made with thermosetting resins are safer in fire and then the mechanically fastened machine. Because timber already fire proof alla, like it's always having issues with the fire, but we can season it properly. Season ചെയ്തിട്ടുള്ള ഒരു timber ആണെങ്കിൽ ഒരു പരിധി വരെയുള്ള heat ഒക്കെ it can bear. And glue connections വരുമ്പോൾ നമ്മൾ ആ ഗ്ലൂവും അതേപോലെ തന്നെ ഫയർ പ്രൂഫ് ആയിരിക്കില്ല, but still ഒരു ഫയർ റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കും. The key disadvantages in the connections include a stringent quality control is required, and it is not suitable for the fluctuating moisture. The moisture വരുമ്പോൾ there will be the glue can get separated. So those are the issues with the glued joints. Even simple ആണ്, provided good qualities and maintained, and aesthetically placing ഒക്കെ ആണെങ്കിലും having some disadvantages in itself. Then there are some special type of connectors which is employed with addition to the bolt connection. Bolt employ ചെയ്ത് കഴിഞ്ഞിട്ട് bolt connection നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ bolt കണക്ട് ചെയ്ത ആ പോയിന്റിൽ ഒന്നും കൂടി റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന 3 ടൈപ്പ് ഓഫ് കണക്ടേഴ്സ് ആണ് സ്പ്ലിറ്റ് റിംഗ്, ഷിയർ പ്ലേറ്റ്, ടൂത്ത് പ്ലേറ്റ്. ഇത് വളരെ സിമ്പിൾ പറയുന്നത്, സ്പ്ലിറ്റ് റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ലൈക്ക് ഒരു റിംഗ് ആണ്. അപ്പൊ ഈ റിംഗ് ബോൾട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷന്റെ ചുറ്റും ഇറക്കി വെക്കും. സോ ദാറ്റ് റിംഗ് ഈസ് ഓഫറിംഗ് or resisting the relative movement between 1 and 2. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഡാപ്പിംഗ് ടൂൾ ഫോംഡ് സീറ്റ് ഓഫ് സ്പ്ലിറ്റ് റിംഗ്. സോ എങ്ങനെയാണ് ആ ഈ ഒരു കട്ട് ചെയ്യാൻ, ഇതാണ് നമ്മുടെ സ്പ്ലിറ്റ് റിംഗ്. ഇങ്ങനെ ഒരു ഗ്ലൂ ഫോം ചെയ്യും. ആപ്ലിക്കേഷൻ ഓഫ് ദ ടിമ്പർ സൈഡ് പ്ലേറ്റ്. സോ നമുക്ക് അതിന്റെ ഉള്ളിൽ, അതായത് ഇതാണ്, അതായത് ബേസിക്കലി ഇപ്പൊ നമുക്കൊരു 3 ടിമ്പർ ഉണ്ട്, 1, 2, 3 ഉണ്ട്. അപ്പോൾ ഈ ടിമ്പറിന്റെ 1ഉം 2 ടിമ്പർ തമ്മിൽ ഒരു ചെറിയൊരു ജോയിനിങ് പ്രൊവൈഡ് ചെയ്യാനാണ് സ്പ്ലിറ്റ് റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പ്ലിറ്റ് റിംഗ് ഇറക്കുമ്പോൾ ഇതിന്റെ കുറച്ച് പാർട്ട് ടിമ്പർ 1ലും കുറച്ച് പാർട്ട് ടിമ്പർ 2ലും ഉണ്ടാവും, അതേപോലെ ടിമ്പർ 2ലും 3ലും ഉണ്ടാവും. ഇറ്റ്സ് ഓഫറിംഗ് സം റെസിസ്റ്റൻസ് ടു ദ റിലേറ്റീവ് മൂവ്മെന്റ്. അതേപോലെ തന്നെ there is so the split ring, they are the connector joints timber to timber only. So the timber connections മാത്രമേ യൂസ് ചെയ്യുള്ളൂ, സ്റ്റീലിലേക്ക് യൂസ് ചെയ്യില്ല. They are installed in the pre-cut grooves. ഷിയർ പ്ലേറ്റ് ഉണ്ട്, ടിമ്പർ ടു ടിമ്പർ ഓർ സ്റ്റീലിലും അത് യൂസ് ചെയ്യാവുന്നതാണ്. ഷിയർ പ്ലേറ്റ് എന്ന് വെച്ചാൽ ഇത് റിംഗ് ആണ്,
പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പ്ലേറ്റ് മാത്രമേ ഓഫർ ചെയ്യുള്ളൂ. ജസ്റ്റ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതേപോലെ തന്നെ. അപ്പോൾ അതും ഒരു പ്ലേറ്റിന്റെ ഒരു പോർഷൻ ഒരു ടിമ്പറിലും ഒരു പോർഷൻ അടുത്ത ടിമ്പറിലും വരുന്നതുകൊണ്ട് റിലേറ്റീവ് മൂവ്മെന്റ് ഈസ് restrained. And we have the tooth plate, and there is for the timber steel and for pressed into the timber. Any connection plates, figure clear ആണ്. തിയറി പാർട്ട് ഒരുപാടൊന്നും പഠിക്കണ്ട. They are just used for ഗസറ്റ് പ്ലേറ്റ് പോലെയാണ്. നമ്മൾ സ്റ്റീൽ പ്രസ്സിൽ പഠിച്ചിട്ടുള്ള ഗസറ്റ് പ്ലേറ്റിന്റെ സെയിം വർക്കോ അല്ലെങ്കിൽ റിക്വയർമെന്റോ ആണ് ഈ കണക്ഷൻ പ്ലേറ്റ്സിലുള്ളത്. പക്ഷെ നമുക്ക് ഇതിൽ തിക്നെസ് ഒക്കെ മിനിമൈസ് ചെയ്യാം. ഇങ്ങനെ കണക്ഷൻ പ്ലേറ്റ്സ് ഉണ്ട്. ഇതിൽ ഐ തിങ്ക് ഇറ്റ്സ് ഗ്രൂവ്ഡ് ഓർ ഈവൻ ഇറ്റ് ക്യാൻ ബി ബോൾട്ടഡ് ഓൾസോ. ബോൾട്ട് ചെയ്യോ അല്ലെങ്കിൽ നെയിൽസ് ഫിക്സ് ചെയ്യുകയോ ചെയ്യാം. മേക്ക് ദിസ് അറേഞ്ച്മെന്റ്. സോ ഇതാണ് ക്ലീറ്റ്. എന്നാണ് മുന്നേ കണ്ടിരുന്നതാണ്. അതായത് കണക്ടേഴ്സിൽ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. കുറച്ച് പ്ലേറ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ പ്ലേറ്റ്സ് എന്തായാലും ഒറ്റയ്ക്ക് നിൽക്കില്ല. should be combined with the nails or the glue. ഇങ്ങനെ ലൈക്ക് ദ കോർണർ ഇപ്പൊ രണ്ട് മെമ്പേഴ്സ് ഇങ്ങനെ പെർപെൻഡിക്കുലർ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മീറ്റ് ചെയ്യുമ്പോൾ ജംഗ്ഷന് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേറ്റ്സ് ലൈക്ക് ആംഗിൾ ബ്രാക്കറ്റ്, അത് ആംഗിൾ ഷേപ്ഡ് ബ്രാക്കറ്റ് ആണ്. ജോയിസ്റ്റ് ഹാങ്ങർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിസ്റ്റ് പഠിച്ചിരുന്ന ജോയിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വലിയൊരു അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ മെയിൻ ബീമുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ചെറിയ ചെറിയ ബീംസ് ആണ് ജോയിസ്റ്റ്. പ്രോബ്ലം ചെയ്തിരുന്നുണ്ട് യോസ്. അപ്പൊ ജോയിസ്റ്റ് ഹാങ്ങർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കിങ്ങനെ കുറെ മെയിൻ ബീംസ് ഉണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ക്രോസ് ബീംസ് ആണ് ഈ പറയുന്ന ജോയിസ്റ്റ്. ഈ ജോയിസ്റ്റ് ഈ മെയിൻ ബീമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സൈഡ് വരയ്ക്കുകയാണെങ്കിൽ ഇത് മെയിൻ ബീമായിട്ട് എടുക്കാം. ഇത് സബ് ബീം ആണെങ്കിൽ ഇങ്ങനെ ഇവിടെ അറേഞ്ച് ചെയ്യുന്ന അറേഞ്ച്മെന്റ് ആണ് ജോയിസ്റ്റ് ഹാങ്ങർ എന്ന് പറയുന്നത്. ആംഗിൾ ബ്രാക്കറ്റ് ഇപ്പൊ കണ്ടു നിങ്ങൾ. ട്രസ് ക്ലിപ്പ്, ട്രസ് തമ്മിൽ അതിന്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ചെറിയ ക്ലിപ്സ്. That's all for today.